ബേസിൽ ജോസഫിന്റെ കുഞ്ഞിരാമായണത്തിലുള്ള ഫേമസ് ആയ ഫലസശാപവും കല്യാണശാപവും കഴിഞ്ഞ് പുതുതായി ഇറക്കുന്നു പൂച്ചശാപം. അതെ, നിങ്ങൾ കേട്ടത് വളരെ ശരിയാണ്, പൂച്ചശാപം തന്നെ. ആദ്യമായിട്ട് അത് കേൾക്കുന്നവർക്ക് ഒരു കൗതുകം തോന്നാം, ബട്ട് ഇത് ശരിക്കും നടന്നതാണ് ഗൈസ്. ആൻഡ് ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പൂച്ചകളാൽ സമ്പന്നമായിരുന്നു നമ്മുടെ വീട്. ഒരു പൂജയായി തുടങ്ങിയാൽ പിന്നെ അത് പടർന്ന് 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 പന്തലിച്ചു. പക്ഷേ ഈ കഴിഞ്ഞ കാലം തുടങ്ങി കുറെ അനർത്ഥങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. എന്താണ് അത്? എന്റെ ചോദ്യം അതാണ്, എന്താണത്? എനിക്കും അറിയില്ല. ഇവിടെ ഇപ്പൊ ആകെയുള്ളത് ഇവന്റെ പേര് നന്ദൂസ്. കാഴ്ചയിലൊരു മാന്യൻ, ധൈര്യശാലി. എന്ന അടുത്തേക്ക് ചെന്ന ഈ ധൈര്യശാലി ജീവൻ കൊണ്ടുപോകും. ഇവന്റെ അമ്മ ആളിപ്പോ സ്ഥലത്തില്ല, ഒരു പ്രസവത്തിൽ പോയേക്കാണ്. 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. ശ്രുതിയെ കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല. കാരണം നിർത്താനുള്ള ഗ്യാപ്പ് അവൾക്ക് പോലും കൊടുക്കാറില്ല. എല്ലാ 2 മാസം കൂടുമ്പോൾ ഇവൾ പ്രസവിക്കും. പ്രസവിക്കുമ്പോൾ മിനിമം ഒരു 5 കുഞ്ഞുങ്ങളെങ്കിലും ഉണ്ടാവും. ആ 5-3 അധികം വലുതാകുന്നതിന് മുമ്പ് തന്നെ ചത്തുപോകും. പിന്നെ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടതാണെങ്കിലോ ഈ ഒരു സൈസ് വരെ എത്തുള്ളൂ. എല്ലാം സർവമായ നമ്മുടെ നിവിൻ പോളിയുടെ പുതിയ സിനിമ പോലെ. ഞാൻ പറയാൻ പോകുന്ന ശാപവും ഇതിനെപ്പറ്റി ബേസ്ഡ് ആയിട്ട് തന്നെയുള്ള കാര്യമാണ്. ഞാൻ ഓരോന്നിനെ ഇണക്കി നമ്മുടെ വശത്താക്കിയൊക്കെ വരും. അത് നമ്മളോടൊന്ന് ഇണങ്ങി നമ്മളോട് പരിചയപ്പെട്ടു എന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ നിങ്ങളെ കാണില്ല. എങ്ങോട്ട് പോയി എന്നറിയാൻ പാടില്ല, ഒരു ഐഡിയ ഇല്ല, കാണാനും കിട്ടുന്നില്ല, ചത്തോ ജീവനോടുണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനെ കാണാത്തതിൻ്റെയും കണ്ടുപിടിക്കപ്പെടാത്തതിൻ്റെ ലിസ്റ്റ് എടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ശ്രുതിക്ക് ഇതിനു മുമ്പ് 2 പിള്ളേരുണ്ട്, യേഷ്മയും പിന്നെ കരിഷ്മയും. അവരെ രണ്ടേരെ ഈ അടുത്തായിട്ട് കാണാതായി. അതിനു മുമ്പാണെങ്കിൽ കേശു, പിന്നെ സുന്ദരൻ, പിന്നെ അധികം മേലെ വേറെ കുറവാണ്. അങ്ങനെ പലതിൻ്റെ ലിസ്റ്റില്ലേ. പക്ഷേ ഇതൊന്നും പറഞ്ഞു കേൾക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടും പലതിൻ്റെ പേര് മറന്നുപോയതുകൊണ്ട് ഞാൻ അതവിടെ നടത്തും. ഇതിന്റെ പിന്നിൽ എന്ത് കുട്ടൻസാണെന്ന് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ പിടികിട്ടിട്ടില്ല. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തോ വലിയ ശക്തിയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങളുടെ നാട്ടിലോ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ശാപങ്ങളോ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ഇത്ര നേരം സഹിച്ചതിൽ നന്ദി, നമസ്കാരം, താങ്ക് യു.